എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. എന്നാലും ആ കുന്നിന്ന് കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന. ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ് മൂപ്പരിടത്തുനിന്ന് നേരം വെളുത്ത് 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ. ആനയും നിങ്ങളുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. 3 ആന ആ കുന്നിൽ നിൽക്കുക. അതിലെ കൊമ്പനാണ് അവിടെ ഉണ്ടായത്. കൊമ്പനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വന്ന്, ഞങ്ങക്ക് പേടി, ഇരുടാണ്, വിളക്കില്ല, വെളിച്ചമില്ല, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. അപ്പൊ ആനയുണ്ട് കണ്ണുകൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നിക്കണ്. ഞങ്ങളെ കൂടെ നിന്നു നേരം വെളുക്കുന്നവരെ. ചേച്ചി മോള് മാത്ര? ഞാനും മോളും. ഇവര് നട്ടല് പൊട്ടിയവന് നിക്കാൻ വയ്യ, കിടക്കുക, കാപ്പിക്കാട്ടിനുള്ളിൽ കിടക്കുക. മോള് മരുമകൻ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക. വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് കൈയൊക്കെ മുറി, കാല് മുറി, ശരീരം മൊത്തം മുറിയാണ്. പക്ഷെ ജീവന് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ മിനിസിൽ അഡ്മിറ്റ് ഉണ്ട്. എന്റെ 2 മക്കള് ഭയങ്കര കഷ്ടത്തിലാണ്. ഇറങ്ങി വരുമ്പോ പഴയ സ്ഥലമല്ല മുണ്ടൊക്കെ നിരന്നു, ഭൂമി നിരന്നു. ഒരു വീടില്ല അവിടെ, ഒരു വീടില്ല, ആൾക്കാരും ഇല്ല, നമുക്കറിയുന്ന ആരും ഇല്ല. ഞങ്ങൾക്ക് ബോധമെല്ലാം വന്ന് ഞങ്ങൾ കുന്നത്തെത്തി. ആനന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോ നമ്മളെ ഏതോ നാട്ടിലത്തെ സാറുമാരാണ് അവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അറിയുന്ന എല്ലാതും പോയി, അറിയുന്നവരാരും ഇല്ല. അവര് ഓടിയെത്തി, വിളക്കും വെളിച്ചുമായി 6 മണിയായില്ലേ. അവര് ഓടിയെത്തി ഞങ്ങൾ അടുത്തേക്ക് എത്തിയപ്പോ നമ്മളെ നാട്ടുകാരും ഇല്ല, നാടും ഇല്ല, വീടും ഇല്ല. ആ രീതിക്ക് ഞങ്ങൾ ഇവിടെ ഞങ്ങളെ എത്തിച്ചു പെട്ടെന്ന് നമ്മൾ ഇവിടെയുള്ളവർ വന്ന് രക്ഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്.